പ്രിയ പ്രേക്ഷകർക്ക് നമസ്കാരം. സംസ്കൃതത്തിലും മലയാളത്തിലും സംസ്കൃത മലയാളമായ മണിപ്രവാളത്തിലുമായി ധാരാളം മുക്തകങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. എന്താണ് മുക്തകം എന്ന് പറഞ്ഞാൽ ഒറ്റ പൂർണ്ണ ആശയം ഉൾക്കൊള്ളുന്ന ഒറ്റ ശ്ലോകമാണ് മുക്തകങ്ങൾ. ഇനി എന്താണ് ഈ ശ്ലോകം? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ രാമായണ മാസമാണല്ലോ. ആദ്യമായി ഉണ്ടായ ആദ്യ കാവ്യമാണല്ലോ രാമായണം. രാമായണത്തിലാണ് ആദ്യത്തെ ശ്ലോകം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ശ്ലോകത്തെക്കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ ഒരുപാട് പുറകോട്ട് പോകണം. ആദികവിയായ വാത്മീകിയുടെ പൂർവാശ്രമം രത്നാകരൻ എന്ന പേരിൽ കാട്ടിൽ കൊള്ളയും കൊലയുമായി മൃഗങ്ങളെയൊക്കെ വേട്ടയാടി പിടിച്ച് ജീവിതം നയിച്ചു പോയിരുന്ന ആ രത്നാകരൻ സപ്തർഷികളുടെ ആഗമനം, അവരുമായുള്ള സംസർഗം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ അങ്ങോട്ട് ആകെ മാറി മറിയുകയാണ്. അങ്ങനെ അവരുടെ നിർദ്ദേശപ്രകാരം അവിടെ തപസ്സനുഷ്ഠിക്കുന്നു. ചിതൽപുറ്റുവെന്നറിയുന്നു. അതിൽ നിന്നുണ്ടായവനർത്ഥം വൽമീകാത് ജായതേ ഇരി വാൽമീകി, ചിതൽപുറ്റിൽ നിന്നും ഉണ്ടായവൻ എന്നർത്ഥത്തിൽ അവൻ വാൽമീകിയാകുന്നു. തെളിഞ്ഞ മനസ്സോടുകൂടിയ തികച്ചും വ്യത്യസ്തനായ ഋഷിയായിട്ട് മാറുന്നു രത്നാകരൻ. ഇപ്പോൾ അദ്ദേഹം വാൽമീകിയാണ്. അങ്ങനെ വാൽമീകി ഋഷി സ്നാനാർത്ഥം തമസ നദിയുടെ തീരത്തേക്ക് പോകുന്ന വേളയിൽ മാർഗമധ്യേ ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പിലിരുന്നു കൊണ്ട് സ്വൈരവിഹാരം ചെയ്യുന്ന രണ്ട് ഇണക്കുരുവികൾ ക്രൗഞ്ചമിഥുനങ്ങളെ കാണുന്നു. ഋഷിയുടെ മനസ്സ് വളരെ ശാന്തമാണ്. ആ പക്ഷികളുടെ ആ പ്രണയരംഗങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി വീക്ഷിക്കുകയാണ്. പൊടുന്നനെ അതിലൊരു പക്ഷി ദേഹത്തൊരു അസ്ത്രം തറച്ച് താഴെ വീഴുന്നു. രക്തത്തിൽ കിടന്ന് പിടയുന്ന അവസ്ഥ, ദീനദീനം വിലപിക്കുന്ന അതിൻ്റെ പ്രിയപ്പെട്ട ഇണക്കിളി. ഈ കാഴ്ച കണ്ടപ്പോൾ ഋഷിയുടെ മനസ്സാകെ കലുഷിതമായി. വളരെ ദുഃഖത്തോടുകൂടി അദ്ദേഹം നോക്കുകയാണ്. നോക്കുമ്പോൾ ആ ഒരു വൃക്ഷത്തിൻ്റെ മറവിൽ ഒരു വേടൻ ഒരു വില്ലുമായി നിൽക്കുന്നു. പൊടുന്നനെ ഋഷിയിൽ നിന്നും അറിയാതെ വാക്കുകൾ വരികയാണ്. അതാണ് ലോകത്തെ ആദ്യത്തെ ശ്ലോകമെന്ന് പറയുന്നത്. മാനിഷാദ പ്രതിഷ്ഠാം ത്വമക ശശ്വതി സമ യത് ക്രൗഞ്ച മിഥുനാദേകം അവധി കാമമോഹിതം. അല്ലയോ വേട, നീ അല്പായുസായി പോകട്ടെ. എന്തെന്നാൽ സ്വൈരവിഹാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ നിൻ്റെ സ്വന്തം ഇഷ്ടത്തിനാണ് നീ അമ്പെയ്ത് വീഴ്ത്തിയത്. അതുകൊണ്ട് തന്നെ നീ അല്പായുസായി പോകട്ടെ എന്നുള്ള ആ ഒരു പദ്യ ശ്ലോകം അദ്ദേഹത്തിൻ്റെ മനസ്സിന് ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അങ്ങനെ കുറച്ച് നേരം അദ്ദേഹം അവിടെ നിന്നു. അതിനുശേഷം വീണ്ടും തമസ നദിയിലേക്ക് കുളിക്കാനായി പോകുന്നു സ്നാനാർത്ഥം. മനുഷ്യ ആകെ കലുഷിതമാണ്. തിരിച്ച് സ്നാനം കഴിഞ്ഞ് ഋഷി വരുന്നു. അവനെ ഒരു ആശ്രമം, ഒരു പർണശാലയൊക്കെ ഉണ്ടാക്കണം, അവിടെ ഇരുന്ന് തപസ് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് വരുമ്പോഴാണ് അപ്പോഴും മനസ്സിങ്ങനെ കലുഷിതമാണ്. അപ്പോഴാണ് അവിടേക്ക് ബ്രഹ്മാവ് വരുന്നു. ബ്രഹ്മ പ്രത്യക്ഷപ്പെടുകയാണ്. ബ്രഹ്മാവ് എന്ന് പറഞ്ഞു, അല്ലയോ ഋഷി ശ്രേഷ്ഠ, താങ്കൾ തൊട്ട് മുമ്പ് എന്താണ് ചൊല്ലിയത് അതൊന്നുകൂടെ ചൊല്ലൂ എന്ന് പറഞ്ഞു. അപ്പോൾ വാത്മീകി അതൊന്നും ഓർമ്മയില്ല. ഇല്ല, എന്താണത്? താങ്കൾ ചൊല്ലിയത് ഒന്നുകൂടെ ചൊല്ലാൻ പറഞ്ഞു. അങ്ങനെ വാത്മീകിയെ ചൊല്ലിയത് ബ്രഹ്മാവ് തന്നെ പറയുകയാണ്. ആ ശ്ലോകം ചൊല്ലുന്നു. ഇത് താങ്കളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ശോകത്തിൽ നിന്നും ഉണ്ടായതുകൊണ്ട് ലോകം ഇതിനെ ശ്ലോകം എന്ന പേരിൽ അറിയപ്പെടും. തുല്യാക്ഷരൈഹി സഹിതമിതം, തുല്യ അക്ഷരങ്ങളും തുല്യ 4 ചതുർപാദം 4 പാദങ്ങളോടും കൂടിയ താങ്കളുടെ മനസ്സിൽ നിന്നും താങ്കളുടെ ശോകത്തിൽ നിന്നും ഉണ്ടായതായ ഇത് ലോകത്തിന് ശ്ലോകം എന്ന പേരിൽ അറിയപ്പെടും. അങ്ങനെയാണ് ആദ്യത്തെ ശ്ലോകം ഉണ്ടായതെന്ന് പറയും. ഇതേ രീതിയിൽ രാമകഥ പറയുവാനായിട്ട് നമ്മുടെ ബ്രഹ്മാവ് വാത്മീകിയോട് പറയാണ്. അപ്പോൾ അവിടെ വെച്ച് വാത്മീകി പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല. അപ്പോൾ പറയുന്നത്, ഈ ഉത്തമനായ മനുഷ്യൻ ഭൂമിയിലുണ്ടോ? സർവഗുണ
സമ്പന്നനായ വ്യക്തിയുണ്ടോ? അപ്പോൾ പറയണം അങ്ങനെ ഒരാൾ അയോധ്യയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നും രാമൻ എന്നാണ് ആ വ്യക്തിയുടെ പേര്. ശ്രീരാമൻ്റെ പൂർവ്വകഥയും ഇപ്പോൾ നടന്ന വർത്തമാന കഥയും ഭാവി കഥയും ഇതേ വൃത്തത്തിൽ ഇതേ ആശയത്തിൽ താങ്കൾ നേരത്തെ ചൊല്ലിയ അതേ രീതിയിൽ എഴുതി ചേർക്കാനായിട്ട് ബ്രഹ്മാവ് വാത്മീകിയോട് പറയുന്നു. അപ്പോൾ പറഞ്ഞു എനിക്കതൊന്നും അറിയില്ലല്ലോ, പേടിക്കണ്ട, എല്ലാം നിൻ്റെ നാവിൽ വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതി തോന്നേണം കാലേ കലേ. അതായത് ഓരോ നിമിഷവും എപ്രകാരമാണോ തിരമാലകൾ ഇങ്ങനെ കടലിൽ ഒന്നിന് പുറകിൽ ഒന്നൊന്നായി വരുന്നത്, അതുപോലെ വാക്കുകൾ നിൻ്റെ നാവിൽ വിളയാടട്ടെ എന്ന് ബ്രഹ്മാവ് വരം കൊടുക്കുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. പിന്നീട് ത്രികാലജ്ഞാനിയായ നമ്മുടെ സാക്ഷാൽ നാരദ മഹർഷി അവിടേക്ക് വരുന്നു. നാരദനിൽ നിന്നും രാമൻ്റെ കഴിഞ്ഞ കഥയും ഇപ്പോൾ നടക്കുന്നു വരാനിരിക്കുന്ന കഥയുമെല്ലാം വാൽമീകി മനസ്സിലാക്കുന്നു. അങ്ങനെ രാമകഥ നേരത്തെ പറഞ്ഞ അതേ താളത്തിൽ അതേ വൃത്തത്തിൽ എഴുതുന്നു. അത് തുല്യ അക്ഷരങ്ങളോടും 4 വരികളോടും കൂടിയ ശ്ലോക രൂപത്തിൽ. അങ്ങനെയാണ് ആദ്യത്തെ ഇതിഹാസ കാവ്യം ഉടലെടുക്കുന്നത്. അത് ശ്ലോക രൂപത്തിലാണ്. ഇതാണ് ശ്ലോകം എന്ന് പറഞ്ഞാൽ. ഇത്തരത്തിൽ സംസ്കൃതത്തിലും മലയാളത്തിലും മണിപ്രവാള സാഹിത്യത്തിലും ഒട്ടനവധി ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ നമുക്കിനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഒറ്റ ശ്ലോകങ്ങളിൽ പൂർണ്ണ ആശയം ഉൾക്കൊള്ളുന്ന മുക്തകങ്ങൾ പരിചയപ്പെടാം. മുക്തകം എന്ന് പറഞ്ഞാൽ ശരിക്കും മുത്ത് തന്നെയാണ്, പൂർണ്ണ